ഇപ്പോൾ ഞങ്ങൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. കൊച്ചിയിൽ നിന്നും ട്രെയിൻ മാർഗം ഞങ്ങളിവിടെ എത്തി. ട്രെയിൻ ഏകദേശം 2 മണിക്കൂർ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങളുടെ സൈക്ലിംഗ് യാത്ര തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ആവേശം അതിലൊന്നും കുറഞ്ഞിട്ടില്ല. ഇന്നാണ് നമ്മുടെ സൈക്ലിംഗ് സീസൺ 2 തുടങ്ങുന്നത്. സൈക്കിളുകൾ ഞങ്ങൾ ഒരു ദിവസം മുൻപേ എറണാകുളത്ത് നിന്നും പാഴ്സലായി രത്നഗിരിക്ക് അയച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഞങ്ങൾ 5 റൈഡർമാരാണ് കേട്ടോ ഉള്ളത്. ഇതിൽ 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള റൈഡർമാരുണ്ട്. ഞങ്ങൾ ഏകദേശം 8:30 സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ സൈക്കിളെല്ലാം പാഴ്സൽ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊന്ന് ഫ്രഷായി ഇപ്പോഴാണ് ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അവസാനിപ്പിച്ച രത്നഗിരിയിൽ നിന്നുമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റൈഡ് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി, കാർവാർ, ഗോവ വഴി രത്നഗിരിയിലേക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ റൈഡിൽ ഞങ്ങൾ ഏകദേശം 150-200 ഇടയ്ക്കുള്ള കിലോമീറ്ററുകളാണ് റൈഡ് ചെയ്തിരുന്നത് ഡെയിലി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്കോമഡേഷനൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. എന്നാൽ ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം 100-നും 150-നും ഇടയ്ക്കുള്ള കിലോമീറ്ററാണ് ഞങ്ങൾ ഡെയിലി റൈഡ് ചെയ്യുന്നത്. ഇന്ന് ആദ്യ ദിനമായതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചിപ്ലോണിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 80-നും 90-നും കിലോമീറ്റർ ഇടയിൽ. ഈ പ്രാവശ്യം അക്കോമഡേഷൻ ഒന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് രാവിലെ 6 മണിയോടുകൂടി റൈഡ് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 5 മണിക്ക് മുൻപേ റൈഡ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ താമസവും അന്നന്ന് വൈകുന്നേരങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം കൈകളിൽ അത്യാവശ്യം ലഗേജുകൾ മാത്രമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ റൈഡ് പോകുമ്പോൾ കൂടുതൽ ലഗേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രസ്സ് ഐറ്റമായിട്ട് ഒരു സൈക്ലിംഗ് ജേഴ്സിയും ഒരു ഷോർട്സും പിന്നെ നൈറ്റിൽ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സുകളും, അതും ഒരു ജോഡി മാത്രം, പിന്നെ ഇന്നേഴ്സും മാത്രമാണുള്ളത്. എല്ലാ ദിവസവും ഞങ്ങൾ നൈറ്റിൽ ഡ്രസ്സ് അലക്കിയിടും. രാവിലെ അത് തന്നെയാണ് തലേദിവസം ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ സൈക്കിൾ മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള അത്യാവശ്യം ടൂൾ കിറ്റുകളും ട്യൂബും പഞ്ചർ കിറ്റും ഓയിലും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞങ്ങൾ റൈഡിനിടയിൽ നന്നായി വെള്ളം കുടിക്കും കേട്ടോ. ഏകദേശം 2 ലിറ്റർ വെള്ളം എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. വെള്ളം കുടിച്ചില്ലെങ്കിൽ മസിൽ ക്രാംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കും. പിന്നെ ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ചൂടും കാറ്റും പൊടിയൊക്കെ ഉള്ളത് കാരണം വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണമാവും. ഞങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 15-20 കിലോമീറ്ററിനിടയിൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കും. ഇടയ്ക്ക് വെള്ളം കുടിക്കും, ഇടയ്ക്ക് സ്ട്രെച്ച് ചെയ്യും, പിന്നെ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ കയ്യിൽ കരുതിയിരിക്കുന്ന കപ്പലിൻ്റെ ഒട്ടായി അങ്ങനെ എന്തെങ്കിലും എനർജി ബൂസ്റ്റേഴ്സ് ഒക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഈ കൊങ്കൺ വഴിയിൽ അങ്ങനെ ഒരുപാട് ഹോട്ടലുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ചെറിയ ചെറിയ കടകളും പിന്നെ ധാബകളും ചെറിയ ചെറിയ ഹോട്ടലുകൾ അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ പല പല വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ എല്ലാം കിട്ടുക. നമ്മൾ കിട്ടുന്ന ഫുഡെല്ലാം ആസ്വദിച്ച് കഴിക്കും. ഇവിടെയൊക്കെ കൂടുതൽ കിട്ടുന്നത് വടാപ്പാവ്, പാവ് ബജി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള കടകളാണ് കൂടുതലും കിട്ടുക. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള റൈഡർ എറണാകുളത്തു നിന്നുള്ള ശിവദാസ് സാറാണ് കേട്ടോ. സാറിനിപ്പോൾ 65 വയസ്സുണ്ട് കേട്ടോ. അടുത്ത സീനിയർ റൈഡർ നമ്മുടെ 60 വയസ്സുള്ള നാരായണേട്ടനാണ് കേട്ടോ. മൂപ്പരൊരു എൻഡ്യൂറൻസ് റൈഡറാണ്. അടുത്തത് നമ്മുടെ രാജീവേട്ടൻ, 55 വയസ്സുള്ള ചാലക്കുടിക്കാരൻ ചങ്ങാതി. പൊളിയാണ്. കയറ്റോ ഇറക്കോ എന്തും പ്രശ്നമില്ലാത്ത ഒരു സീനിയർ റൈഡർ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ജൂനിയർ റൈഡർ മലപ്പുറംകാരൻ ഹഫിലുമാണ് കേട്ടോ. പിന്നെ സീനിയറിനും ജൂനിയറിനും ഇടയ്ക്കുള്ള ഈ ഞാനും. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓഫ് സൈക്ലിംഗ് കൊച്ചിയിലെ മെമ്പർമാരാണ് കേട്ടോ. ഞങ്ങളുടെ ഈ റൈഡിന് വേണ്ടിയുള്ള സൈക്ലിംഗ് ജേഴ്സി സ്പോൺസർ ചെയ്തത് നമ്മുടെ MCS ഹേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മൂവാറ്റുപുഴയാണ്. രത്നഗിരിയിലെ തീരക്കാറ്റിൽ ആരംഭിച്ച ഈ സൈക്കിൾ സവാരി ചിപ്ലൂണിൻ്റെ മരനിലകൾ താണ്ടി മുംബൈയുടെ ചലനത്തിന് പുറകിലൂടെ ദമൻ, സൂററ്റ്, ദിയു, സോംനാഥ്, അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ദ്വാരകയിലേക്കാണ് കേട്ടോ. ഏകദേശം 1225 കിലോമീറ്ററാണ് ഞങ്ങളുടെ ടാർജറ്റ്. ഇനി നമുക്ക് ഇന്നത്തെ റൈഡിലേക്ക് വരാം. നമ്മുടെ യാത്ര തുടങ്ങിയത് 10 മണിക്ക് ശേഷമായതിനാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. രത്നഗിരി ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റും പച്ചക്കുന്നുകൾ, കൊക്കകൾ, ഇടയ്ക്കിടെ ചെറിയ നദികൾ, വഴിയിലൂടെ കാണുന്ന ചെറിയ ഗ്രാമങ്ങൾ, അവിടുത്തെ ആളുകൾ എല്ലാം മനോഹരം തന്നെ. റൈഡിനിടയിൽ ചായ കുടിക്കാനും വിശ്രമിക്കാനും ഒക്കെ നിർത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇത്രയും ദൂരം സൈക്കിളിലാണോ പോകുന്നത്? എല്ലാവരും അത്ഭുതത്തോടെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ കടകളിൽ കയറുമ്പോൾ ചിലയിടത്തൊന്നും കാശ് വാങ്ങിക്കില്ല. അവർ പറയും, നിങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് സൈക്കിൾ ചവിട്ടി വരുന്നതല്ലേ, ഇപ്പോൾ കാശ് വേണ്ട. ഞങ്ങൾ നിർബന്ധിച്ചാലും അവർ വാങ്ങിക്കത്തില്ല. പിന്നെ പോകുന്ന വഴിയിൽ ബൈക്കിനൊക്കെ ആൾക്കാർ പുറകെ വന്നിട്ട് വെള്ളവും ബിസ്ക്കറ്റും സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. ഞങ്ങളുടെ യാത്രയുടെ പകുതിയൊക്കെ ആയപ്പോഴത്തേനും റോഡ് നല്ല കയറ്റങ്ങളാവാൻ തുടങ്ങി. റോഡ് വളവും കയറ്റങ്ങളും ഒട്ടും ഇളവ് തരുന്നില്ല. പക്ഷേ ഓരോ വളവിനും ശേഷമുള്ള കാഴ്ചകൾ അത് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയുന്നില്ല. പച്ചക്കാടുകളും
പുഴകളും താഴെയുള്ള മേഘങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും എല്ലാം ഒരു സിനിമ പോലെ. ഈ കൊങ്കൺ പാതയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ് ഭയങ്കര മോശമാണ്. കട്ടറുകളും സോളിംഗ് ഒക്കെ ഇട്ട റോഡുകൾ ഒരുപാട് കിട്ടി. പിന്നെ കുറേ റോഡുകൾ നല്ലതാണ്, നന്നായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മുടെ കട്ടറുള്ള റോഡുകളിൽ സ്ലോ ആവേണ്ടി വരും നമ്മൾ. ഇപ്പം ഡെയിലി ഞങ്ങളൊരു ഇത്ര കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ ആവറേജ് ഒരു 20 കിലോമീറ്ററാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെയുള്ള കട്ടർ റോഡുകൾ വരുമ്പോൾ അതിലും സ്പീഡ് കുറയും. യാത്രയുടെ ആദ്യ ദിവസം ആർക്കും പഞ്ചറുകളൊന്നും കിട്ടിയില്ല കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് റൈഡ് ചെയ്തത്. രത്നഗിരിയിൽ നിന്ന് ചിപ്ലൂൺ വരെ ഞങ്ങൾ 5 പേരും ഒരുമിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. കയറ്റങ്ങൾ പോലെ തന്നെ അടിപൊളി ഇറക്കങ്ങളുമുണ്ട്. നല്ല സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇറക്കങ്ങളും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. സമയം ഏകദേശം 5 മണിയോടെ എടുക്കുന്നു കേട്ടോ. ഞങ്ങൾ ചിപ്ലൂണിനോടും. ഞങ്ങൾക്കിവിടെ ചിപ്ലൂണിൽ ഹൈവേയിൽ തന്നെ ഒരു നല്ല റൂം കിട്ടി കേട്ടോ. 1200 രൂപയ്ക്ക് 5 പേർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു AC റൂം. യാത്രകൾ എന്നും മനോഹരമാണ് കേട്ടോ. അത് സൈക്കിളിനാണെങ്കിലും കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും ട്രെയിനിനാണെങ്കിലും പ്ലെയിനിനാണെങ്കിലും. പക്ഷേ സൈക്കിളിൽ നമ്മളിങ്ങനെ ദൂരെ യാത്ര ചെയ്യുമ്പോഴല്ലോ നമുക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, ആത്മവിശ്വാസം. നല്ല നല്ല യാത്രകൾ തുടങ്ങും. ഓരോ യാത്രകളുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാവട്ടെ. എല്ലാവിധ ആശംസകളും.